ഞാൻ എൻ്റെ കഥ പറയാം. എൻ്റെ പേര് ഷാഫി. ഞാനൊരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടാണ്. അതായത് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇതുപോലുള്ള മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ആ ഫങ്ഷൻസ് നല്ല രൂപത്തിൽ നടത്തുക, മാക്സിമം റിട്ടേൺസ് എടുക്കുക, നമുക്ക് എത്രയും ചെലവ് കുറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാം, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യാറും ഞാൻ എപ്പോഴും പറയാറും. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും കുറെ ആളുകൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനെല്ലാം വരും. അതുപോലെ ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് എന്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്റെ ഒരു സ്റ്റോറിയാണ്. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, വളരെയധികം പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് എന്റേത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അതുപോലെ PG കഴിഞ്ഞു. 2009 ഒരു കരിയർ എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നാട്ടിൽ തന്നെ ACC സിമെന്റ്സിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലൊക്കെ ആയി. അതിനുശേഷം വിദേശത്ത് പോവുകയും അവിടെയും മൾട്ടിനാഷണൽ കമ്പനികളിൽ പലതിലൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ ഒരു വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. ആളുകളോട് സംസാരിക്കാൻ വളരെയധികം പണിപ്പെടുന്ന, അല്ലെങ്കിൽ വളരെയധികം മടിയുള്ള, അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് നമുക്ക് പോകാനൊക്കെ വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം മിക്ക ഫംഗ്ഷൻസിലൊന്നും പോവാറൊന്നുമില്ല. വീട്ടുകാരൊക്കെ വളരെയധികം ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. എന്റെ വീട്ടുകാർക്കും അറിയാം, എന്റെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന സംഗതികളാണ്. പ്രത്യേകിച്ച് ഞാനൊരു ബോർഡിംഗ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ രൂപത്തിലാണ് എന്റെ പഠനവും കാര്യങ്ങളൊക്കെ അധികം ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിയാല് പിന്നെ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അപ്പോ ഈ ഒരു രൂപത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കുറെ വർഷത്തെ എഫേർട്ട് കൊണ്ടാണ്, അല്ലാതെ ഒറ്റയടിക്ക് സംഭവിച്ചൊരു കാര്യമല്ല. എനിക്കും ഇതുപോലെ ഈ ഒരു ക്യാമറയുടെ മുന്നിലിരിക്കാൻ വളരെയധികം മടി തന്നെയായിരുന്നു. നമുക്കൊക്കെ എന്താണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ ശരിയാവൂലേ എന്നുള്ളൊരു കാര്യം. പക്ഷെ അവിടെ നമ്മൾ എഫേർട്ട് ഇട്ട് പോട്ടെ പുല്ല്, അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തിരുത്തണം, മറ്റുള്ളവർ എന്തോ വിചാരിച്ചോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരികയും അതിന് കുറെ അധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ പല ബുക്കുകൾ വായിക്കുക, പല ആളുകളെ മെന്റേഴ്സിന്റെ അല്ലെങ്കിൽ കോച്ചസിന്റെ ഒക്കെ ഹെൽപ്പുകൾ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ കുറച്ച് ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു രൂപത്തിലാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, കോച്ചിങ് എന്നുള്ള രൂപത്തിലേക്ക് വരികയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജേണി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ MBA പഠനത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ കരിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ, എനിക്ക് പാരന്റ്സ്, വൈഫ്, 2 കുട്ടികൾ, ഇവരൊക്കെയാണ്. വാട്ടെവർ നമുക്ക് എന്തായിരുന്നാലും നമുക്ക് ഒരു സ്പേസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അല്ലാതെ ഇപ്പൊ നമ്മൾ എത്ര ബെറ്റർ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ബെറ്റർ ആയിട്ട് സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് വേണം, അത് 4 ആളെ അറിയിക്കുക വേണം. ആ അറിയിക്കുന്നതാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ നമുക്ക് ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയാസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മാധ്യമങ്ങൾ. അപ്പൊ അതിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഞാൻ അധികം ഒരു സെയിൽ മാർക്കറ്റിംഗ് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിനപ്പുറം നമ്മൾ പല ജോലികളും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിലുള്ളതായിട്ട് ഇപ്പോ ലേബർ ജോലികൾ വരെ ചെയ്തിട്ടുണ്ട്. പല ഇപ്പോ കർട്ടൻ വർക്കുകൾ, അതുപോലെ ഗൾഫിൽ ഇതാവുമ്പോൾ ചില സമയത്ത് നമ്മൾ ജോബ് ലോസ് ആയ സമയമൊക്കെ ഉണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെട്ട സമയത്ത് ലേബർ പണിക്കിറക്കം പോയി. അതൊന്നും നമ്മുടെ കുറവായിട്ടോ അല്ലെങ്കിൽ അതൊരു പോരായ്മയായിട്ടോ ഒന്നുമല്ല. നമുക്ക് ചില സമയത്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടതായിട്ടൊരു സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടതായിട്ടൊക്കെ വരാം. വാട്ടെവർ നമ്മൾ ആ ഒരു സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിന് അനുസരിച്ചിരിക്കും ഓരോ നമ്മുടെ കഴിവുകളും ഇതെല്ലാം. അപ്പോ ഈ ഒരു എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 2018 ഞാൻ എന്റെ വിദേശ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിൽ വരുമ്പോ തന്നെ 2017-18 സമയം ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നെ നമ്മൾ ഒരു സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു രൂപത്തിൽ അങ്ങനെ, അതായത് ഫ്രീലാൻസ് എന്നുള്ള രൂപത്തിലൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നൊരു
സംഭവമാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താണ്, നമ്മളെ ഷോക്കേസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ അത്ര ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 2020-2021 സമയത്ത് ഈ കോവിഡ് വന്ന സമയത്തൊക്കെയാണ് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതല്ലായിട്ട്. അപ്പോൾ നല്ല ക്ലയൻസിനെ കിട്ടുകയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും അങ്ങനത്തെ കുറെ അധികം ആളുകൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഷോക്കേസിങ് അല്ലെങ്കിൽ നമ്മളെ കാണിക്കണം എന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെ ഊന്നിയിട്ട് തന്നെ പോവുകയാണ്. പക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കണം എന്നുള്ളൊരു സംഭവമാണ്. സാധാരണ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിൽ നിന്നും നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ, അല്ലെങ്കിൽ വളരെയധികം ആളുകൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന്, ശരിക്കും റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താണ്, ഈ കുറെ ലീഡുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എല്ലാവർക്കും കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ 24 മണിക്കൂറും അതിൽ ആളുകളെ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, ഈ ഒരു 4 പ്രശ്നങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും, അത് കൊടുത്താൽ തന്നെ നമുക്ക് കുറെ അധികം നമ്മുടെ ജോലി ഭാരം കുറക്കാനും നമുക്ക് നല്ലൊരു റിട്ടേൺ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും എല്ലാം പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണം, നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കണം എന്നൊരു ചിന്തയും കൂടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു വാട്സപ്പിന്റെ ഒരു മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ആള് എന്ന രൂപത്തിൽ ഞാൻ എന്നെ പൊസിഷൻ ചെയ്തു. അവിടെ നമുക്ക് കുറെ അധികം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മിക്ക ദിവസങ്ങളിലും നമ്മൾ കണ്ടന്റും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തിട്ട് കുറെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെ ചെയ്തു പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ടോ കുറഞ്ഞ സമയം കൊണ്ടൊന്നും വരുന്നൊരു കാര്യമല്ല. നമ്മൾ അതിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നു, എത്രത്തോളം അതിനെ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ എന്റെ ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു കാര്യത്തിൽ ഇന്ന് എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒന്നെന്താണ്, എനിക്ക് പേഴ്സണലായിട്ട് കുറെ ട്രാൻസ്ഫോർമേഷൻ വന്നു. 4 ആളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ നല്ലൊരു ഇത് വന്നു. ഈ ഒരു മേഖലയിൽ ഞാനൊരു എക്സ്പേർട്ട് ആണ് എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ എന്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ചു എന്നുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റി. കുറെ അധികം ആളുകളുമായിട്ട് വർക്ക് ചെയ്തിട്ട് അവർ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ നമ്മളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പ്രൂഫോടെ കൂടി തന്നെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ അതിനുപരി ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാനാണ് ഈ ഒരു ഇന്ത്യയിലെ ടോപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറിയതല്ല, കുറെ സമയത്തെ എഫേർട്ടുകൾ അതിലുണ്ട്. ഊണും ഉറക്കവും ഒഴിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. പക്ഷെ എന്താണ്, കാണുന്നവർക്ക് ഇത് ഇത്ര വലിയ സംഭവമാണോ അല്ലെങ്കിൽ ഇത് ഇത്ര ഒരു ഇതാണോ എന്നെല്ലാം തോന്നും. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മുമ്പ് എനിക്ക് ഒരു 4 ആളോട് സംസാരിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഞാൻ ഇന്ന് എനിക്ക് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാൻ യാതൊരു പ്രയാസമില്ല. കൂടാതെ ഇന്നൊരു 100 ആളെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വെബിനാർ സംസാരിക്കാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇന്ന് 50 മുതൽ 100 വരെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് അവരോട് സംസാരിക്കുന്ന, അവരുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളൊക്കെ പബ്ലിക്കായിട്ടും എല്ലാം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നമ്മളെ മാറ്റിയെടുത്തു. അപ്പൊ ഇന്ന് യാതൊന്നും ഒരു പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിലായി. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളെ ഓരോ ബിസിനസ്സുകളും. നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും എത്രത്തോളം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അതിന് എത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു ബിസിനസിന്റെ വിജയവും. അല്ലാതെ ഇപ്പൊ നിങ്ങളടുത്തൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. ഇന്ന് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള ഓരോ ടെക്നോളജിക്കൽ ചേഞ്ചസും എഐയും അതും ഇതും ഇതെല്ലാം വന്നിട്ട് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ ഇന്ന് നമുക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ടും ഇല്ലാതെ വളരെയധികം ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെന്താണ്, ഈ മാർക്കറ്റിംഗിൽ നടക്കുന്ന കുറെ ആളുകൾക്ക്
അവരുടെ പ്രശ്നങ്ങൾ അറിയാത്തതും അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതിനും അല്ലെങ്കിൽ അവര് വെറും ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഇതല്ല മാർക്കറ്റിംഗ് എന്ന് അറിയാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് അവരുടെ പ്രശ്നങ്ങള് ഈ പ്രശ്നങ്ങളാണ്, അതിനുള്ള സൊല്യൂഷൻ ഇങ്ങനെയാണ്, ആ സൊല്യൂഷൻ ഈ സ്ഥലത്ത് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനെ നമുക്ക് സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് എനിക്കുണ്ടായ ഏറ്റവും വലിയ അച്ചീവ്മെന്റുകൾ. അത് മോണിറ്ററി അച്ചീവ്മെന്റുകൾ വേറെ, പക്ഷെ നമ്മൾ വേറെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലായി എന്നുള്ളത് കൂടിയും. അപ്പൊ ഇവിടെ ഞാൻ അധികം പറയാനും ഈ വാട്സപ്പിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ബിസിനസ്സിൽ, അതുപോലെ മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസിനെയും പിന്നെ സോഷ്യൽ മീഡിയകളെയും അതുപോലെ വീഡിയോയിനെയും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഞാൻ അധികവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം വേണ്ടത് നമുക്ക് ഏത് സംഭവം തന്നെയാണെങ്കിലും വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് അവിടെ ബിസിനസ് നടക്കുന്നുള്ളൂ, കച്ചവടം നടക്കുന്നുള്ളൂ. ആ സംഭവത്തിന് കൂടുതൽ ആളുകൾ വരുമ്പോൾ പിന്നെ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ എന്താണ് നമുക്ക് കുറെ സമയം ലാഭിക്കാനും കുറെ എഫേർട്ട് ലാഭിക്കാനും ഇതിനെല്ലാം പറ്റും. അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് നമ്മൾ ഈ നമ്മുടെ ക്ലയൻസിനോടും നമ്മൾ എപ്പോഴും പറയാറുള്ളതും അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പറയുന്നതും അല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണ്, ടെക്നോളജിയെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് എല്ലാ കാര്യങ്ങളും മാനുവലായിട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നടക്കൂല, അല്ലാണ്ടെങ്കിൽ അതിന് അത്രയും സമയം എടുക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. AI പോലെയുള്ള സംഭവങ്ങൾ, ഓട്ടോമേഷൻ പോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക, അതിനെ നമ്മൾ മാക്സിമം അതിൽ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എപ്പോഴും ഇതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. കൂടാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടിയ കുറെ ആളുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്റെ മറ്റുള്ള വീഡിയോസ് കണ്ടാലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണോ ഞാൻ ചെയ്യുന്നത്, അതുപോലെ എന്താണോ ഞാൻ എന്റെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് ചെയ്യുന്നത്. ആ ഒരു സംഭവമാണ് ഞാൻ വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഞാൻ പഠിപ്പിക്കുന്നതല്ലായിട്ട് ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്, ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ആ ഒരു സംഭവം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരു പ്രസംഗം എന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. നമ്മളൊരു സാധാരണ പറയില്ല, ഇപ്പൊ ഒരു ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടതെന്നൊക്കെ. സംഭവം ശരിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു സ്മാർട്ടായിട്ട് നമ്മൾ പല കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പുതുതായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പുതിയ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടൂല, നമ്മളെ മറ്റുള്ളവർ ഓവർടേക്ക് ചെയ്ത് പോകും. അപ്പോൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുക, കമ്മിറ്റഡ് ആയിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ. മാക്സിമം പുതിയ കാര്യങ്ങൾ പഠിക്കുക. ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏത് മനുഷ്യനായാലും ഒരു ഒറ്റ തവണ നമ്മൾ പണ്ട് പഠിച്ചതോടുകൂടി നമ്മൾ ആ ഒരു സംഭവം നിൽക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഗൂഗിൾ VO3 ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര AI ഒക്കെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് മാറാതെ അതിനനുസരിച്ചിട്ട് പോവാം. അലൈൻ ചെയ്തിട്ട് നമ്മൾ ലൈഫും ബിസിനസ്സും എല്ലാം കൊണ്ടുപോകുന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് AI-നോ മറ്റുള്ളതോ മാറി ചിന്തിച്ചിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, നമ്മളെ എല്ലാവരുടെ ഫോണിലും ഈ ഒരു വാട്സപ്പ് പോലുള്ള ആപ്പുകളും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്നവരെല്ലാം അതിനെ നമുക്ക് എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താം, സോഷ്യൽ മീഡിയസിനെ മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താം, വീഡിയോസിനെ നമുക്ക് മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടായിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ നമ്മൾ മടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മാറുക എന്നുള്ളതാണ്. എന്റെ കഥ ഇതാണ്. ഞാൻ ഇങ്ങനെയാണ് മാറിയത്. എനിക്ക് പേഴ്സണൽ ആയിട്ടും അല്ലാതെയും വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും അത് നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും അത് ചെയ്തതുകൊണ്ടൊക്കെയാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മാറിയതല്ല. എന്നെ പേഴ്സണലായിട്ടും ഒക്കെ അറിയുന്ന എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. അപ്പോ ഈ കഥ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.